ഹലോ, അസ്സാം വലൈക്കും. ഹൗ ആർ യു? അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെ ഇസ്ലാമിൽ പല കാര്യങ്ങളിലും ചിലത് കുറ്റമാണ്, ചിലത് തെറ്റ് പാപമാണ്, ചിലത് നല്ല കാര്യങ്ങളാണ് അല്ലേ? ഈ പാപങ്ങളിൽ ഏറ്റവും വലിയ സിൻ എന്താണ്? പൊതുവെ നമ്മൾ ആലോചിച്ചാൽ പലതും ഉണ്ട്, പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരാളെ കൊല്ലുകയാണ് അല്ലേ? ഒരാളെ കൊന്ന ഒരു നിരപരാധിയായ ഒരാളെ കൊന്നാൽ അത് ഈ മനുഷ്യ സമൂഹത്തെ മുഴുവൻ കൊല്ലുന്നതിന് സമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതൊരു വലിയ കുറ്റമാണ് ഒരാളെ കൊല്ലാനുള്ളത് അല്ലേ? അതുപോലെ തന്നെ നമ്മളെ രണ്ടാമത്തെ അതിനോട് സാമ്യമുള്ള ഒരു കുറ്റം എന്താ വെച്ചാൽ നമ്മൾ അയാളെ അഭാവത്തിൽ ഇകഴ്ത്തുക. അതായത് ഗൈബത്ത് എന്ന് പറയും. നമ്മളൊരാളെ അഭാവത്തിൽ അയാളെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് അയാളെ പേഴ്സണാലിറ്റിനെ നശിപ്പിക്കുന്നതിന് ഗൈബത്ത് എന്ന് പറയുന്നത്, ഗൈബത്ത് പറയാൻ അത് വലിയ പാപമായി. ഈ കൊല്ലുന്നതിന് സമാനമായിട്ടുള്ള ഒരു പാപമാണത്. അപ്പം എല്ലാവരും ഇതെന്താ പേരെന്താ പ്രശ്നം? ഒരാൾ സംസാരിക്കുന്ന എന്താ അത്ര വലിയ കുറ്റം? ഒരാൾ കത്തിയെടുത്ത് കുത്തുന്നില്ലല്ലോ, ഒരു സംസാരിക്കുന്നില്ലല്ലോ. ഈ സംസാരം കൊണ്ട് പലതും സംഭവിക്കും. അപ്പോൾ വളരെ മാരകമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് അത് വലിയ പാപമായിട്ട് പഠിച്ചാൻ പറഞ്ഞത്. നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മകളെ ഒരു ഫ്രണ്ട് സ്കൂൾ പഠിക്കുന്ന കാലത്ത്, അതായത് എനിക്കൊന്ന് +2 അങ്ങനെ എന്തോ പഠിക്കുന്നത്. അപ്പം അവരെ ഉമ്മ പ്രസവിച്ചു, ഗർഭം ധരിച്ചു പ്രസവിക്കാൻ വേണ്ടി. മൂന്നാമത്തെ കുട്ടി ഇവള് മൂത്ത്, അതിൻ്റെ ഇളയത് ആൺകുട്ടി, പിന്നെ ഉള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഗർഭം ധരിച്ചത്. ആ സമയത്ത് സാധാരണ എന്താ സംഭവിക്കുക, അങ്ങനെ ഗർഭം ധരിച്ചാൽ കുട്ടികൾക്ക് ഭയങ്കര ആവേശമായിരിക്കുമല്ലേ, എനിക്കൊരു അനിയൻ ഉണ്ടാകാൻ പോകുന്നില്ല, അനിയത്തി ഉണ്ടാകാൻ പോകുന്നു. അപ്പോൾ അതിനുവേണ്ടി പല പ്രിപ്പറേഷനും കുട്ടികൾ നടത്തും. ഇത് നേരെ വിപരീതം. ഈ കുട്ടി വളരെ വയലൻ്റായിട്ട്, എനിക്ക് അങ്ങനെ ആൾ വേണ്ട, ഇവിടെ എൻ്റെ ഇഷ്ടമായിട്ട് ആരും വേണ്ട, ഭയങ്കര വാളും കരച്ചിലും പ്രശ്നങ്ങളൊക്കെ. അപ്പം എല്ലാം അത്ഭുതപ്പെടുന്ന ഈ കുട്ടിക്ക് എന്ത് പറ്റി. അപ്പം അതിനെപ്പറ്റി പിന്നെ കൂടുതൽ സ്റ്റഡി എന്ന് മനസ്സിലായത് അവിടെ വേറെ ആളുണ്ട്, കുറ്റവാളി പറയണ്ട, അയാളെ കാണുന്നില്ല. അയാൾ ഈ കുട്ടിയെ പറഞ്ഞിരിച്ചാണ്, ഇവൻ്റെ പുതിയൊരാൾ വന്നാൽ നിൻ്റെ സ്ഥാനം പോകുമ്പോഴേ നിൻ്റെ സ്വത്ത് പോവും, മറ്റേത് മറിച്ചൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞിട്ട് ചെറിയ കുട്ടിയെ തിരിച്ചാണ്. അപ്പോൾ ഈ കുട്ടിക്ക് പിന്നെ അത് കുട്ടി ഭയങ്കര വയലൻ്റായി, പ്രസവിക്കാൻ പറ്റില്ല, അബോർട്ടാക്കണം എന്ന് കുട്ടി പറഞ്ഞു. അങ്ങനെ അവസാനം ആ കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് അബോർട്ടായി, കുട്ടി ജനിച്ചില്ല. അതോടെ പ്രശ്നം തീർന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ പ്രശ്നം ഉണ്ടായപ്പോൾ എങ്ങനെ ഇപ്പോൾ ഈ കുട്ടി അങ്ങനെ പറയാൻ കാരണം. അപ്പം അങ്ങനത്തെ ഒരു ജോലിക്കായിട്ട് അവിടെ ഉണ്ടല്ലോ, അവൾ പറഞ്ഞ് തിരിച്ചിട്ട് കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്താ. അപ്പം ഇതൊരു വലിയ തെറ്റല്ലേ? ഒരു ഒന്നും അറിയാത്ത കുട്ടിയെ പറഞ്ഞിട്ട് അവിടെ എന്താ അത് അവർക്ക് അവരെ കുടുംബത്തിലുള്ള ദേഷ്യം എന്തോ ആയിരിക്കും. അപ്പം ഇതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ വേറെ പ്രശ്നം ഇതിൻ്റെ അടുക്ക് ഒരു പയ്യന് അവരെ കുടുംബത്തിലെല്ലാവരെയും ചുറ്റുകൊണ്ട് അടിച്ചിട്ട് കൊന്നു. നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ന്യൂസ് മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ചുറ്റുകൊണ്ട് അവരുടെ ഒറ്റ അടിക്ക് കൊല്ല, അങ്ങനെ കുടുംബത്തിലെല്ലാവരും കൊന്നു. അപ്പം അതെന്താ വെച്ചാൽ കുട്ടിക്ക് ഇപ്പം എല്ലാവരും പറയാത്ത കുട്ടി ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മാനസിക രോഗമായിരിക്കാം, ഡിപ്രഷൻ ഉണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെ സംഭവിക്കില്ല. ഇനി ഡിപ്രഷൻ ഉണ്ടെങ്കിലും ഡ്രഗ് അഡിക്റ്റ് ആണെങ്കിലും ഇത്രയും മാരകമായിട്ടുള്ള ഒരു കാര്യം അവൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ഒരാൾ ട്രിഗർ ചെയ്യണം. അല്ല, ഇവരൊക്കെ വളരെ മോശമായ കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പോലെ, പക്ഷേ ഇവൻ ഡ്രഗ് ഉപയോഗിച്ച് ചരിത്രമില്ലെന്നാണ് ഞാൻ കേട്ടത്. അവന് പള്ളിയിലൊക്കെ പോയി വരുന്ന ഒരാളാണ്, അവന് ഡ്രഗൊന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ അവന് ഡിപ്രഷൻ ഉണ്ടോ അതുണ്ടായിരിക്കാൻ പറയാൻ പറ്റില്ല, പക്ഷെ അവൻ വളരെ സ്നേഹസമ്പന്നമായിട്ട് പെരുമാറുന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ചങ്ങായി എന്താ വെച്ചാൽ ഇവനെ ഇതേമാതിരി ആരോ ട്രിഗർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവന് കുറച്ച് എന്തെങ്കിലും മാനസിക രോഗമോ അല്ലെങ്കിൽ ഈ ഡ്രഗ് ഉപയോഗം ഉണ്ടെങ്കിൽ തന്നെ അതിനും അങ്ങനെ ഇത്ര മാരകമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ അവർക്ക് ഒരാൾ ട്രിഗർ ചെയ്യണം. ട്രിഗർ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടാണ് മനസ്സിൽ. ഇപ്പം ഇത് ഡിപ്രഷനുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ഡ്രഗ് ഉപയോഗിക്കുന്നവർക്ക് നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് നല്ല കാര്യം അവർ കേൾക്കില്ല, അതിലുള്ള ചീത്ത കാര്യങ്ങൾ പിടിച്ചിട്ട് അവരിങ്ങനെ ഭയങ്കര വയലൻ്റ് ആവും. അപ്പോൾ അപ്പോൾ അങ്ങനത്തെ ഒരാളോട് ഇങ്ങനത്തെ പറഞ്ഞു കൊടുത്താൽ വളരെ എഫക്റ്റീവായിട്ട് അവൻ്റെ ബ്രെയിനിൽ വരും. അപ്പോൾ അതായിരിക്കും ഇങ്ങനെ ഇപ്പം ഇവനിപ്പം എല്ലാവരും മരിച്ചു, ഇവൻ കുറ്റവാളിയെ ജയിലിൽ കിടക്കുക. ശരിക്കുള്ള കുറ്റവാളി ഇപ്പോഴും പുറത്താണ്. ഈ ക്രൈം ചെയ്ത ആളുണ്ടല്ലോ, ചെയ്ത അയാൾ കൈകൊണ്ട് ചെയ്യുന്നില്ല, പക്ഷെ അയാൾ ഇവനെ പറഞ്ഞ് തിരിച്ച് ഇവനെ കൊണ്ട് ചെയ്യിച്ചാണ് അല്ലേ? ഒരു പക്ഷേ അയാൾ അത്രയും പ്രതീക്ഷ ഉണ്ടാവില്ല, പക്ഷെ അത് അയാൾ പ്രതീക്ഷിക്കാണ് കൂടുതൽ സംഭവിച്ചിട്ടുണ്ടാവും. എന്തായാലും ചെയ്ത് വേറെ ആളാണ്, ഇവനാണ് കുറ്റവാളി. അപ്പോൾ ഇതാണ് ഇതിലെ പ്രശ്നം. അതുകൊണ്ടാണ് ഇത് ഇത്രയധികം നിരോധിക്കാൻ കാരണം. അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള. ഇപ്പോൾ നമ്മൾക്ക് ഒരു വീട്ടിലൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിനെ ഒരാൾ ചെറുപ്പം മുതലേ കാണുന്ന ഒരാളാണെങ്കിൽ ആ കുട്ടിനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട്
വേറെ വിധത്തിലാക്കാൻ പറ്റും. അപ്പം അതിനെ ഇവിടുത്തെ ഇതിൽ പറഞ്ഞ വെച്ചാൽ, ഇവിടുത്തെ കോമൺ ആയിട്ട് അതിനെ പറ്റി പറഞ്ഞ വെച്ചാൽ അത് കൈവശം കൊടുക്കാന്ന് പറയാം. കൈവശം എന്തോ കൊടുത്തിട്ടാണെന്നുള്ളതാണ് നമ്മൾ പെട്ടെന്ന് വിചാരിക്കാം. പക്ഷേ കൈവശം കൊടുക്കാന്ന് ഇതാണ് സംഭവം. പിന്നെ പറഞ്ഞിട്ട് ബ്രെയിൻ വാഷ് ചെയ്യുക. ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു, ഒരാളിൽ നിന്നും അയാളായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ട്. അങ്ങനെ വെച്ചാൽ ആ കുട്ടീൻ്റെ ക്യാരക്ടറിസ്റ്റിക് മാറ്റി 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 അവസാനം ആ കുട്ടീൻ്റെ സ്ഥിതി എന്താ വെച്ചാൽ, ആ കുട്ടിക്ക് ആ കുട്ടീൻ്റെ വാപ്പയും ഉമ്മയൊക്കെ ഒരു പുച്ഛായിരിക്കും. അവർക്ക് ഒരു വിലയില്ല, അവർ വെറും പുഴുക്കളായിരിക്കും. അതായത് ചളിയിൽ കീടം കണ്ട അങ്ങനെ നമ്മളാരും മൈൻഡ് ചെയ്യും. അങ്ങനെ സ്ഥിതിയാകും. അതെന്തുകൊണ്ട് അങ്ങനെ ആവുന്ന വെച്ചാൽ ആ വിധത്തിൽ അവർ പറഞ്ഞ് തിരിച്ച് എല്ലാവരെയും സെറ്റപ്പ് ആക്കുക. ഇപ്പം നമ്മുടെ കുടുംബമാണെന്ന് വെച്ചാൽ കുടുംബത്തിൽ പിന്നെ വരുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി, ഒരു പക്ഷേ അവർക്ക് ഫൈനാൻഷ്യലായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയായിരിക്കും അവരെല്ലാവരും ഒറ്റപ്പെടുത്തുക. ഒരാളൊരു എന്ന് പറയാം, മറ്റൊരാളൊന്നും പറയാം, ഇല്ലാത്തപ്പോൾ പറയാം ഇത് ബാക്കിലാണ്, അപ്പം കാണാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ ഇത് നമ്മളെല്ലാം വളരെ നോർമലായിട്ട് കാണും, പക്ഷെ പുറത്തുനിന്ന് വേറെ വിധത്തിലാണ് ഉണ്ടാവുക, അതിൻ്റെ എഫക്റ്റ് വേറെ വിധത്തിലുണ്ടാവുക. അങ്ങനെ എല്ലാവരെയും സെപ്പറേറ്റ് ആക്കിയിട്ട് പിന്നെ ആ കുടുംബത്തെ ഒന്നായിട്ട് നശിപ്പിക്കുക. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ, എത്രയോ ആൾക്കാർ. പക്ഷെ എന്താണ് അതിൻ്റെ പിന്നീടുള്ള ആളാരാന്ന് അവർക്ക് മനസ്സിലാവില്ല. കാരണം ഈ ചെയ്യുന്ന ആൾ വളരെ നല്ലൊരു മനുഷ്യനായിരിക്കും, അയാൾ എല്ലാവരുടെ മുമ്പിലും നമ്പർ 1 ആയിരിക്കും. മനസ്സിലായില്ലേ? ഇത് ഈ അടിവീടുണ്ടാക്കുന്ന മറ്റുണ്ടാകേണ്ട കുട്ടികളും മറ്റൊക്കെ കുറ്റവാളികളാണ്, പക്ഷെ അവരൊക്കെ ചെയ്യുന്ന ഈ ആളാണ്. ഇപ്പോൾ ഒരു ജയറാമിൻ്റെ ഒരു സിനിമ ഞാൻ കണ്ടു നോക്കുന്നുണ്ട്. അതിലെങ്ങനെ വെച്ചാൽ ഒരു രാജാവ് പറഞ്ഞാൽ രാജാവിന് പവറില്ലല്ലോ ഇപ്പോൾ, പക്ഷെ അയാൾ ഇപ്പോഴും രാജാവിനെമാരി ജീവിക്കുന്നത്. അയാൾ വലിയ കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിലെ കുടുംബങ്ങളെല്ലാം ഒന്നായിട്ടാണ്, ഒരു കൂട്ടുകുടുംബമാണ്. ഒന്നായിട്ട് വളരെ സന്തോഷത്തിലേറെ, ഇത്ര സന്തോഷം ഉണ്ടാവും. എല്ലാവരും വളരെ സ്നേഹത്തിലും സന്തോഷവും ജീവിക്കണം. ഈ രാജാവാണ് പിന്നെ അയാൾ രാജാവിൻ്റെ മാറ്റി അയാൾ ഇങ്ങനെ ഇതൊക്കെ കസൂരിൻ്റെ മുണ്ടൊക്കെ ഇട്ടാണ് നടക്കുക. അപ്പം അങ്ങനത്തെ രാജാവ്. അങ്ങനെ അവിടെ എന്താ വെച്ചാൽ അങ്ങനെ സമാധാനമായി പോകുന്ന സമയത്ത് അവിടെ ഒരു കണ്ണോട്ടം വരും. കണ്ണോട്ടം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബക്കാരനാണ്, ഈ രാജകുടുംബത്തിൽപ്പെട്ട വേറൊരാൾ അന്തനാണ്. അപ്പോൾ അയാൾ അവിടെ വരുമ്പം അയാൾക്ക് താമസിക്കാനുള്ള സൗകര്യം കൊട്ടാരത്തിൽ ചെയ്ത് കൊടുക്കും. അയാൾ ഗസ്റ്റായിട്ട് വന്നതാണ്. അപ്പോൾ അത് ചെയ്ത് കൊടുത്താൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളെ പണി വെച്ചാൽ രാത്രി ഓരോരുത്തരും ഇയാളെ റൂമിലേക്ക് വിളിക്കും. എന്നിട്ട് ഇങ്ങനെ സംസാരിച്ച് അവിടെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഓരോരുത്തരും വിളിച്ച് അവിടെയുള്ള എല്ലാ മനുഷ്യന്മാരെയും അയാൾ മാറ്റി. അയാളെ ഉദ്ദേശം രാജാവിനെ കൊല്ലാനുള്ള, അതിനെന്തോ സാമ്പത്തികമായിട്ട് എന്തോ നാട്ടുകാർക്ക് ഉണ്ടാവും. പക്ഷെ അതയാൾ പറഞ്ഞില്ല. അയാൾ വേറെ എന്തൊക്കെയോ പറഞ്ഞ് എല്ലാവരും ഈ രാജാവിനെ എതിരാക്കി ആ കൊട്ടാരത്തിലുള്ള. അപ്പം ഇയാൾ ഒന്നും അറിയില്ല. ഇയാൾ രാവിലെ അമ്പലത്തിൽ പോവും, കസൂരിലൊക്കെ എടുത്ത് ഭയങ്കര സന്തോഷിച്ച് വിളിച്ച് വരും. പക്ഷെ എല്ലാവരും മുഖത്ത് ഒരു പ്രശ്നം. ആർക്ക് ഇയാൾ നോക്കുമ്പോൾ പണ്ടൊക്കെ എല്ലാവരും ഇയാളെ വന്നിച്ച് ഇയാളുടെ സന്തോഷത്തെ ജീവിച്ചത്. അപ്പം ആകെ മാറി വേറെ എന്താണെന്ന് ഇയാൾക്ക് മനസ്സിലാകില്ല. ഈ കണ്ണോട്ടനെ ചെയ്യുന്നവർക്ക് അറിയില്ല. കാരണം കണ്ണോട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, അയാൾ കണ്ണ് കാണാത്തതാണ്. അപ്പം പിന്നെ